എനിക്കറിയായിരുന്നു മോനെ, എനിക്ക് ഉറപ്പായിരുന്നു നീ ഇവിടേക്ക് തന്നെ ഇന്ന് തന്നെ വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. എന്നെ ഇത്ര നാളായിട്ടും ഒരു പെണ്ണും കണ്ണുയർത്തി നോക്കിയിട്ട് പോലുമില്ല. ആ 2 കേസ് മിസ്സായെങ്കിലും നിങ്ങൾ പിന്നെ എന്റെ അടുത്തേക്ക് തന്നെ വന്നില്ലേ? ഇപ്പോ നീയും വന്നു. ക്യാ ബാത് ഹൈ. വെൽക്കം ബാക്ക് ടു കിഷൻസ് ട്രാപ്പ്. ഹേയ്, വാ എടുക്കടാ. നീ തന്നെയല്ലേ ആ ഡ്യൂപ്ലിക്കേറ്റ് IT ഓഫീസേഴ്സിനെ അയച്ച് റെയ്ഡ് നടത്തിയത്? ഇതേത് വെള്ളക്കൊക്ക്? ഓ, എനിക്ക് ഓർമ്മയുണ്ട്. അന്നവള് അവന് വേണ്ടി വന്നു. ഇന്നിവള് നിന്റെ കൂടെ വന്നാണോ? നിങ്ങളുടെ 2 പേരുടെ തെരച്ചില് ഇതോടെ തീർന്നു. ഒന്നുമില്ലെങ്കിലും നീ വേദാന്തിന്റെ അനിയനല്ലേ? വളരെ നന്നായി മോനെ, അടിപൊളി. ആദ്യം എന്തു പറ്റി? ഒന്നുമില്ല. കൃഷ്ണ, അപ്പോഴേ മനസ്സിൽ എന്തോ വിഷമം ഉണ്ടായിരുന്നു. ചേട്ടൻ എന്തോ ആയിട്ടുണ്ടെന്ന്. നിനക്കായി കൊളുത്തിയ ഈ ദീപം എന്താ ഇങ്ങനെ കെട്ടുപോകുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ആകെ പേടി തോന്നുന്നു. എന്റെ ചേട്ടന്റെ കാര്യം ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുക. എങ്ങനെയാണെങ്കിലും അവൻ സുരക്ഷിതയായി വീട്ടിൽ വരണം. അവനൊരു പോറൽ പോലും ഉണ്ടാവരുത്. വേദാന്തിന്റെ പേര് പോലും പറയരുത്. ആ പേര് പറയാനുള്ള യോഗ്യത പോലും നിനക്കില്ല. വേദാന്തിന്റെ പേര് പറയുന്നില്ല, അവനെ തന്നെ തീർത്തേക്കാം. അത് മതിയോ? നോക്ക്, സംസാരിച്ചു പോരുത്. നിന്റെയൊക്കെ വായ തുറക്കാതിരിക്കുന്ന നല്ലത്. സംസാരിക്കാൻ വിട്ടാ നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്നത് എനിക്കറിയാം. അങ്ങനെ നിന്റെ സംസാരം നിർത്തിക്കുന്ന ഒരു സ്പെഷ്യൽ സർപ്രൈസ് എന്റെ കയ്യിലുണ്ട്. കാണണ്ടേ? ഞാനതൊരു റാസ്കലാണ്. കാണണോന്നൊക്കെ ചോദിച്ചത്. ആക്ച്വലി നിങ്ങളിത് എന്തായാലും കാണണം.
ഇവിടെ വരുന്നോ അല്ലെങ്കിൽ നിന്റെ തലയടിച്ചാൻ പൊളിക്കണോ? എല്ലാം നന്നായി നടക്കണമെന്ന് മനസ്സിൽ വിചാരിച്ച് പൂജ ആരംഭിക്കുക. എല്ലാം ശുഭമായി നടക്കും. നിങ്ങളൊക്കെ നല്ല കലാകാരന്മാരല്ലേ? വെറും കണ്ണുകൊണ്ടല്ലേ കാര്യം സംസാരിക്കുന്നേ? ലവ് ബേർഡ്സ് എന്ന് പറഞ്ഞ നിങ്ങളെ പോലെ ഇരിക്കണം. അന്ന് വലിയ ഹീറോ ഒക്കെ ആയിട്ട് വന്നിട്ട് ഡയലോഗൊക്കെ അടിച്ചിട്ട് ഇവളെ കൊണ്ടുപോയത് ഓർമ്മയില്ലേ? അത് പോട്ടെ നോക്കാം. അന്ന് നീ എന്നെ ജയിലിലേക്ക് അയച്ചില്ലേ? ഇവിടെ നിന്റെ മുന്നിൽ വെച്ച് ഞാൻ എന്റെ ആശ അങ്ങ് തീർക്കാൻ പോവാ. എടാ, പെണ്ണ് വന്നപ്പോ ഇല്ലാത്ത ധൈര്യമൊക്കെ വന്നോ? നീ എന്തിനാ അവനെ നോക്കുന്നേ? നാസ് ബസന്തേ, എനിക്ക് നിന്റെ ഡാൻസ് ഇപ്പൊ കാണണം. നാസ് ബസന്തേ, ഞാൻ നിന്റെ ഡാൻസ് ഒന്ന് കാണട്ടെ. നിന്റെ മേലിൽ എനിക്ക് അന്നേ ഒരു കണ്ണുണ്ടായിരുന്നു മോളെ. അതെന്ത് ചെയ്യാനാ? അന്ന് മാമൻ കുറുകെ വന്നു. മാമനാണെങ്കിൽ മൊത്തത്തിൽ പൊളിറ്റിക്സ് ബിസിനസ് എന്നും പറഞ്ഞ് 100 ലിങ്ക്സാ ഉള്ളേ. എവിടെയും വിസിലടിക്കരുന്ന് പറഞ്ഞ് എന്റെ കൈ എപ്പോഴും കെട്ടിവെക്കുമായിരുന്നു. എന്നാലിത് എന്റെ മാച്ചാ. ഇവിടെ ആരും റഫറി ആയിട്ടില്ല. ഇവിടേക്ക് ആരും വരാൻ പോകുന്നില്ല. ഇവിടുന്ന് ആരും വെളിയിലും പോവില്ല. ഇപ്പോ ഇത് നമ്മുടെ രണ്ടുപേരെയും പ്ലേ ഗ്രൗണ്ടാ. നീ കൂടുന്നോ? ഞാനെന്തായാലും ഉണ്ട്. നീയൊരു ഡാൻസർ, ഞാനൊരു ഓഡിയൻസ്. കളിക്കടി. എന്റെ ഒരു ആഗ്രഹമാണ് പൊന്നെ, കളിക്കടി. बसंती नाच, 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 बसंती नाच. बसंती नाच, बसंती नाच, बसंती नाच, बसंती नाच, बसंती नाच. बसंती नाच.
അമൂല്യ, അമൂല്യ, സംസാരിക്കാം അമൂല്യ. അമൂല്യ, 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 അമൂല്യ.
സിദ്ധാർത്ഥ്, ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? വന്ന് പ്രസാദം വാങ്ങ. അമ്മാവൻ അങ്ങോട്ട് ചെന്നോളൂ, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. സിദ്ധാർത്ഥ്, എന്തു പറ്റി? എപ്പോഴും വളരെ സന്തോഷമായിട്ടിരിക്കുന്നതാണല്ലോ. ഇപ്പോഴെന്തോ ടെൻഷൻ ഉള്ളതുപോലെ തോന്നുന്നു. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? എന്തോ പ്രോബ്ലം ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത് സിദ്ധാർത്ഥ്? അമ്മാവ് ആക്ച്വലി വേദാന്ത് കുറച്ച് ദിവസമായിട്ട് വീട്ടിലേക്ക് വരുന്നില്ല, കോളും കണക്ട് ആവുന്നില്ല. അവിടെ എന്താണ് എങ്ങനെയാണെന്ന് പോലും ഒരു മെസ്സേജ് പോലും ഇല്ല. എന്ന് വെച്ചാ അവരെന്തെങ്കിലും സംഭവിച്ചെന്നാണോ സിദ്ധാർത്ഥ് പറയുന്നത്? എന്തെങ്കിലും പറ്റിയെന്നല്ല അമ്മാവ, പക്ഷെ ഒന്നും പറ്റരുതെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ നടക്കുന്നതൊക്കെ കാണുമ്പോൾ ഞാൻ കുറച്ച് ടെൻഷനായി പോകുന്നുണ്ട്. എനിക്കും പല കാര്യങ്ങളും വളരെ വിചിത്രമായിട്ട് തോന്നുന്നുണ്ട് സിദ്ധാർത്ഥ്. പക്ഷേ നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. വിക്കു ഇന്നലെ രാത്രി വീട്ടിലേക്ക് വന്നില്ല. ആക്ച്വലി അവൻ ഇന്നലെ രാത്രി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ പൂജയുടെ തിരക്കിൽ എനിക്ക് റിസീവ് ചെയ്യാൻ പറ്റിയില്ല. ഫ്രീ ആയ സമയത്ത് ഞാൻ വിളിച്ചപ്പോൾ റീച്ചും ആവുന്നില്ല. ഒരു സൈഡില് ആദ്യയും വേദാന്തിനെയും വിക്കി ഓർത്ത് ടെൻഷൻ ആവുക. ഒരു വിധത്തില് ഞാൻ അവരെ സമാധാനിപ്പിക്കുന്നത്. പക്ഷെ എനിക്ക് ഇപ്പൊ ഒരു പേടി തോന്നുന്നുണ്ട് അമ്മാവ. നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകും സിദ്ധാർത്ഥ്. സത്യം പറഞ്ഞ ഇന്ന് രാവിലെ നമ്മൾ തമ്മിൽ കണ്ടപ്പോ ഞാനും ഈ കാര്യം ഓർത്ത് വളരെ ടെൻഷനിലായിരുന്നു. ഓ, അപ്പൊ അതിനായിരുന്നല്ലേ ടെൻഷൻ അടിച്ചിരുന്നത്? അതെ സിദ്ധാർത്ഥ്. പക്ഷെ എപ്പോ പൂജ അവസാനിച്ചോ അപ്പൊ എന്റെ ഭയം മൊത്തം പോയി. ആണോ? അതെങ്ങനെയാ അമ്മാവ? അതെന്താണെന്ന് അറിയില്ല സിദ്ധാർത്ഥ്. ഒരു പോസിറ്റീവ് എനർജി എന്നിലേക്ക് വന്നതുപോലെ തോന്നി. അതെനിക്ക് ഒരു പ്രത്യേക ധൈര്യം തന്നു. ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല, ഒരു പ്രശ്നവും ഉണ്ടാവില്ലെന്ന് നല്ല വിശ്വാസമുണ്ട്. എനിക്കും അങ്ങനെ വേണമെന്നുണ്ട് അമ്മാവ. എന്തുകൊണ്ടോ മനസ്സ് അങ്ങനെയൊന്നും ആലോചിക്കുന്നേ ഇല്ല. നീ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല സിദ്ധാർത്ഥ്. അമ്മ പറഞ്ഞതുപോലെ കൃഷ്ണ പരമാത്മാവിന്റെ അനുഗ്രഹം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഇനി എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കും. വാ, വന്ന് പ്രസാദം വാങ്ങിക്ക്. നിന്റെ മനസ്സും പെട്ടെന്ന് ശാന്തമായിക്കോളും. സർ പ്ലീസ്, എന്റെ കാശ് ഇതാ. ജീവിക്കാൻ വേണ്ടി ഓട്ടോ ഓടിക്കുന്ന ആളാ ഞാൻ. അപ്പം മുതൽ നീ ഇത് തന്നെയാണല്ലോ പറയുന്നത്. കണ്ട നല്ല പേഴ്സണാലിറ്റിയാ, പക്ഷെ സംസാരം ബുദ്ധിയില്ലാത്തവനെ പോലെ. ഇവിടെ നീ ഇപ്പൊ തന്നെ പൊക്കോ, അതാ നിനക്ക് നല്ലത്. പറഞ്ഞ മനസ്സിലായോ? പ്രൊഫഷണൽ ഗുണ്ടകളാ ഞങ്ങള്. കാശ് കൊടുത്ത ശീലമൊന്നുമില്ല. കൊന്നുകളെ നിന്നെ. പൊക്കോടെ അവിടെ നിന്ന്. ചേട്ടാ, വേദാന്ത്. ഏയ്, അകത്തുനിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. തടക്ക് നോക്കാം. ഏയ്, ഇവിടുന്ന് ഒരു കാലെടുത്ത് വെച്ചാ നടക്കാൻ 2 കാല് പിന്നെ ഉണ്ടാവില്ല. അകത്ത് എന്താണോ നടക്കേണ്ടത് അതാ നടക്കുന്നത്. നിങ്ങൾ അകത്ത് പോയി അടി വാങ്ങിക്കുന്നതിന് പകരം ഞാൻ തന്നെ തന്നേക്കാം. നീ ഇവിടം വരെ വന്നപ്പോ മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന്. നീ ആ വേദാന്തിന്റെ ഓഫീസിലുണ്ടായിരുന്ന ആളല്ലേ?
ചേട്ടാ വേദാന്ത്